ശക്തമായൊരു മഴ പെയ്താൽ, കുറച്ചു സമയം നിർത്താതെ പെയ്താൽ നമ്മുടെ റോഡുകളിൽ പലതും ഈ കാണുന്നത് പോലെയാകുമല്ലേ? വെള്ളക്കെട്ടിൽ മുങ്ങും. നോക്കൂ, ഇവിടെ നമുക്ക് മുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. ഓടകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളവും കാണാനാകുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയുണ്ട് കേട്ടോ. പ്രളയ സമാനമായ സാഹചര്യം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും കേരളം ഇത്തവണ നേരിടുന്നത് മഴക്കുറവാണെന്നാണ് കണക്കുകൾ. മഴ കുറയുന്നു, പക്ഷേ ചില മേഖലകളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും പ്രളയ സമാന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മഴ കുറവായിരിക്കെ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മഴ പെയ്താൽ, ഒരു അരമണിക്കൂറോളം മഴ നിന്ന് പെയ്താൽ ഇങ്ങനെ വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ വീണുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ പെട്ടുപോകുന്ന അവസ്ഥ, ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മഴയുടെ ഈ വിരോധാഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതോടൊപ്പം മഴക്കുറവ് നീണ്ടു നിന്നാൽ കേരളം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. കണക്കുകളിൽ നിന്ന് തുടങ്ങാം എന്നാണ് തോന്നുന്നത്. നോക്കൂ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഇത്തവണ കാലവർഷത്തിൽ കേരളത്തിൽ 21% കുറവുണ്ടായിരിക്കുന്നു. മുൻപുള്ളതിനേക്കാൾ 21% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങൾ മാത്രം പരിശോധിച്ചത്, അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ 34% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സീസണിന്റെ ആകെ കണക്കിൽ കേരളത്തിന് ലഭിച്ച മഴ സാധാരണത്തെക്കാൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ കണക്ക് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും മഴയുടെ അവസ്ഥ ഒരുപോലെയാണ് എന്നതല്ല അർത്ഥമാക്കുന്നത്. പൊതുവിലുള്ള ഒരു കണക്ക്, ആകെയുള്ള ഒരു കണക്കാണ് പറഞ്ഞത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ തോതിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് മലയോര ജില്ലകളിൽ മഴക്കുറവ് കൂടുതൽ പ്രകടമാവുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടായത് മലയോരത്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അവിടെ മഴയുടെ കുറവുണ്ടാകുന്നതെന്നാണ്. വയനാട്ടിൽ 50%, ഇടുക്കിയിൽ 44%, തൃശ്ശൂരിൽ 26%വുമാണ് മഴക്കുറവുണ്ടായിരിക്കുന്നത്. കൊല്ലം, പാലക്കാട് ജില്ലകളിലും മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ മഴ കുറയുന്നു എന്ന പൊതുവായ ചിത്രത്തിനുള്ളിൽ ജില്ലകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വയനാട് 50%, ഇടുക്കി 44%, തൃശ്ശൂർ 26% എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്നാണ്. മഴ കുറവാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കമോ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രളയ സമാനമായ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത്? ഇതിനുത്തരം മഴയുടെ ആകെ അളവിൽ മാത്രം അന്വേഷിച്ചാൽ നമുക്ക് മതിയാകില്ല. മഴ എവിടെ പെയ്യുന്നു, എപ്പോൾ പെയ്യുന്നു, എത്ര തീവ്രതയിൽ പെയ്യുന്നു, എത്ര സമയത്തിനുള്ളിൽ മഴ ലഭിക്കുന്നു, ഈ ഘടകങ്ങളെല്ലാം ഒരുപോലെ പ്രധാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും മഴയുടെ സ്വഭാവത്തിലുള്ള മാറ്റം അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ടാകുന്നത്. നോക്കൂ, ഒരു സീസണിന്റെ മൊത്തം കണക്കിൽ മഴ കുറവായിരിക്കാം, പക്ഷെ അതിനിടയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിശക്തമായ മഴ ലഭിച്ചാൽ സ്ഥിതി പെട്ടെന്ന് മാറുകയും ചെയ്യും. അതായത് മണ്ണിന് ഈ നമ്മൾ പെയ്യുന്ന മഴ, മണ്ണ് അല്ലെങ്കിൽ ഭൂമി ആഗിരണം ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ആ വെള്ളം ആഗിരണം ചെയ്യാനുള്ള ശേഷി മണ്ണിന് പരിമിതപ്പെടാം. തോടുകളിലും പുഴകളിലുമൊക്കെ ഒരേ സമയം വലിയ തോതിൽ ഇതുപോലെ വെള്ളം ഉയരുന്ന നിലയുണ്ടാകാം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. താഴ്ന്ന പ്രദേശങ്ങളിലാകട്ടെ അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാം. മലയോര മേഖലകളിൽ ഇതോടൊപ്പം എന്തുണ്ടാകും? മണ്ണിടിച്ചിലിനുള്ള സാധ്യത അത് ഉയരുകയും ചെയ്യും. അപ്പോൾ ഈ സീസൺ മുഴുവനുള്ള മഴ എന്നതിനേക്കാൾ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്നു. അവിടെ ജലം ആഗിരണം ചെയ്യപ്പെടാതെ പോകുന്നു. അങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നാൽ, മഴ കുറഞ്ഞാൽ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? എല്ലാവർക്കും അറിയാം, മഴക്കുറവ് തുടർന്നാൽ ആദ്യം സമ്മർദ്ദം അനുഭവപ്പെടുക ജലലഭ്യതയിലാണ്. ഇപ്പോൾ വരുന്ന വെള്ളം സംഭരിക്കപ്പെട്ടില്ലെങ്കിൽ അത് വേനൽക്കാലമാകുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മണ്ണിലെ ഈർപ്പം കുറയും, ചെറിയ ജലസ്രോതസ്സുകളിലേക്കുള്ള നീരൊഴുക്ക് കുറയും. അതായത് നമ്മുടെ കിണറുകളിലേക്ക് ജലത്തിന്റെ അളവ് കുറയുന്നതിലേക്ക് ഉണ്ടാകും. ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുന്നതും അല്ലെങ്കിൽ അത് കുറയുന്നതും മന്ദഗതിയിലാകും. ഇതിന്റെയൊക്കെ പ്രതിഫലനം കൃഷിയിലും കുടിവെള്ള ലഭ്യതയിലും ഒക്കെ നമുക്ക് കാണാം. അത് വേനൽക്കാലത്ത് വരൾച്ചയിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് മഴയുടെ സമയത്തിലും അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിർണായകമാണ്. അതോടൊപ്പം ചൂട് കൂടുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ ജലത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യും. ഇനി മഴ കുറയുന്നത് നേരിട്ട് ബാധിക്കാവുന്ന മറ്റൊരു പ്രധാന മേഖല നമുക്കറിയാം, വൈദ്യുതി ഉൽപാദനമാണ്. പവർക്കട്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ ജലവൈദ്യുതി ഉൽപാദനത്തിൽ മഴയ്ക്കും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ അനുഭവിച്ചതുമാണ്. അപ്പോൾ മഴക്കുറവ് തുടരുന്നത് വൈദ്യുതി മേഖലയ്ക്കും സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ജലവൈദ്യുതി ഉൽപാദനത്തിന് മഴയും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ഞാൻ പറഞ്ഞതുപോലെ നിർണായകമാണ് എന്നത് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ മഴക്കുറവ് മാത്രം കണക്കിലെടുത്ത് വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ജലവൈദ്യുതിക്ക് പുറമെ പുറത്തു നിന്നുള്ള വൈദ്യുതി വാങ്ങലും മറ്റ് വൈദ്യുതി സ്രോതസ്സുകളും ഉൾപ്പെടെ നിരവധി ഘടകങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വൈദ്യുതി ലഭ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഡാമുകളിലെ നീരൊഴുക്ക് അല്ലെങ്കിൽ ഡാമുകളിലെ വെള്ളം അതുപയോഗിച്ചുള്ള വൈദ്യുതി ഉപഭോഗം അതൊക്കെ തന്നെയാണ് ഏറ്റവും വൈദ്യുതി ഉൽപ്പാദനം അതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പവർ കട്ട് അനുഭവിച്ചു. പക്ഷേ മഴ പെയ്തപ്പോഴേക്കും ആ സാഹചര്യം മാറിയതും അതുകൊണ്ട് തന്നെയാണ്. മഴക്കുറവ് വൈദ്യുതി മേഖലയും എത്രത്തോളം ബാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഴ കുറയുന്നതിന്റെ പ്രത്യാഘാതം ഒറ്റ മേഖലയിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിച്ചാൽ, ഒന്ന് ജലസംഭരണമാണ്. കൃഷിക്ക് ആവശ്യമായ ജലലഭ്യത, കുടിവെള്ള സ്രോതസ്സുകളിലെ സമ്മർദ്ദം, ജലവൈദ്യുതി ഉൽപ്പാദനം, ഇവയ്ക്കെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയാണ് മഴയുടെ അഭാവത്തിലുണ്ടാകുന്ന മാറ്റം. ഒരു ഭാഗത്ത് ദീർഘകാല ശരാശരിയിൽ മഴ കുറയുന്നു, മറുഭാഗത്ത് ചില സമയങ്ങളിലും ചില പ്രദേശങ്ങളിലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ ലഭിക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ഒരേ സമയം നേരിടേണ്ടി വരുന്നത് കേരളത്തിന്റെ ജലപരിപാലനത്തിലും ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്കുമൊക്കെ വലിയ വെല്ലുവിളിയാണ് എന്ന് പറയാതെ വയ്യ. അതായത് പെട്ടെന്ന് എവിടെയൊക്കെ മഴ പെയ്യുന്നു, അല്ലെങ്കിൽ അത് എത്ര തോതിൽ പെയ്യുന്നു, അത് എവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടാക്കുന്നു എന്നത് പ്രവചനാതീതമായി പലപ്പോഴും മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആറന്മുളയിലും റാന്നിയിലും ഒക്കെ നമ്മൾ കണ്ടതുമാണത്. അപ്പോൾ കേരളത്തിന്റെ മുന്നിലുള്ള ചോദ്യം മഴയുണ്ടോ ഇല്ലയോ എന്നത് മാത്രമല്ല, മഴ എത്രയാണ്, എവിടെയാണ്, എപ്പോഴാണ്, എത്ര തീവ്രതയിലാണ് ലഭിക്കുന്നത്. മഴക്കുറവും അതിതീവ്ര മഴയും ഒരേ കാലാവസ്ഥാ സാഹചര്യത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളാകുമ്പോൾ കേരളത്തിന്റെ ജലസംഭരണം മുതൽ കൃഷിയും വൈദ്യുതിയും വരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അടുത്ത ദിവസങ്ങളിലെ മഴ ഇനി നിർണായകമാകും എന്ന് സാരം.